നാഡികൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നെർവ്സ് എന്ന് പറയുമ്പം എസ്പെഷ്യലി പേശികൾക്കും അതേപോലെ തന്നെ എല്ലുകൾക്കും മറ്റുള്ള ഓർഗൻസിനെല്ലാം അതിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ നാഡികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ കംപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു പ്രഷർ സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ടും തരിപ്പ് മരവിപ്പൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ നാഡികൾക്കുണ്ടാവുന്ന കംപ്രഷൻ അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നാഡികൾ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നെർവ്സ് എന്ന് പറയുമ്പം എസ്പെഷ്യലി പേശികൾക്കും അതേപോലെ തന്നെ എല്ലുകൾക്കും മറ്റുള്ള ഓർഗൻസിനെല്ലാം അതിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ നാഡികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ കംപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു പ്രഷർ സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ടും തരിപ്പ് മരവിപ്പൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ നാഡികൾക്കുണ്ടാവുന്ന കംപ്രഷൻ അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഒട്ടനവധി നാഡികൾ നമ്മുടെ ശരീരത്തിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1.6 മില്യൺ നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓരോ നാഡികൾക്കും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പം മെയിൻലി 3 രീതിയിലാണ് നാഡികളെ തരംതിരിച്ചിട്ടുള്ളത്. സെൻസറി നെർവ്സ് ഉണ്ട്, അതേപോലെ തന്നെ മോട്ടോർ നെർവ്സ് ഉണ്ട്, ഓട്ടോണോമിക് നെർവ്സ് ഉണ്ട്. സെൻസറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെൻസേഷൻസ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കൾ തൊടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചൂടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു പോയിന്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ നിന്നും ബോഡി റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് സെൻസറി നെർവ്സ് ആണ്. അതായത് ആ ഒരു ചൂട് വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റഡ് വസ്തുക്കളൊക്കെ തൊടുമ്പോൾ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുന്നത് അവിടെ ആ ഒരു സെൻസറി നെർവ്സ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേത് മോട്ടോ നെർവ്സ് ആണ്. മോട്ടോ നെർവ്സ് എന്ന് പറയുമ്പോൾ പേശികൾക്ക് അല്ലെങ്കിൽ മസിൽസിൻ്റെ കോർഡിനേഷൻസിന് സഹായിക്കുന്നതാണ് മോട്ടോ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഭയങ്കര കടച്ചിൽ, എസ്പെഷ്യലി കണങ്കാലിന് ചുറ്റും ഉള്ള പേശികളൊക്കെ ഭയങ്കര കടച്ചിൽ, വേദന ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? നാഡികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി പേശികളും വീക്കായി കൊണ്ടിരിക്കുന്നു. അതാണ് മെയിൻലി മോട്ടോ നെർവ്സിൻ്റെ ഫങ്ഷൻ. പേശികൾക്ക് ഉത്തേജനം കൊടുക്കുന്നതാണ് മോട്ടോ നെർവ്സ് എന്ന് പറയുന്നത്. ഓട്ടോണോമിക് നെർവ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഓരോ ഓർഗൻസിനെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാഡികൾ അത്യാവശ്യമാണ്. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോണോമിക് നെർവ്സിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവ്സിൽ ഉണ്ടാവുന്ന കംപ്രഷൻസും അതേപോലെ തന്നെ അതിൻ്റെ വീക്ക്നെസ് കാരണമാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അതേപോലെ തന്നെ ബ്ലാഡർ ഡിസ്ഫങ്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് യൂറിൻ കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ബ്ലാഡറിനെ സപ്ലൈ ചെയ്യുന്ന നെർവ്സ്, അതല്ലെങ്കിൽ ബ്ലാഡറിനെ സപ്ലൈ ചെയ്യുന്ന നാഡികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ കംപ്രഷനോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു എർജിങ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അർജ് ഇൻകോണ്ടിനൻസ് ഒക്കെ എന്ന് നമ്മൾ മെഡിക്കലി പറയാറ്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഓട്ടോണോമിക് നെർവ്സിൽ വരുന്നത്. അപ്പോൾ ഈ നാഡികൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് പേശികൾക്ക് ഉത്തേജനം കൊടുക്കുക, അതേപോലെ തന്നെ പേശികളെ ആ ഒരു മൂവ്മെന്റ്സിന് സഹായിക്കുക, അതേപോലെ തന്നെ ബോൺസ്, എല്ലുകൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് കൊടുക്കാനാണ് നാഡികൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാഡികൾക്കും ഓരോ ഫങ്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 നാഡികൾ, 3 സെറ്റായിട്ടുള്ള ആ ഒരു നെർവ്സിനൊക്കെ 3 രീതിയിലാണ് ഓരോ ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയും കൈകളിലൊക്കെ ഭയങ്കര തരിപ്പാണ്, മരവിപ്പാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ തരിപ്പ് മരവിപ്പ് എന്ന് പറയുമ്പം അവിടെ നാഡികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൈകളിലോട്ടൊക്കെ, അതായത് കഴുത്തിന്റെ ആ ഒരു തരിപ്പ് വേദന കൈകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് ആണെന്ന് പറയാറ്. സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുമ്പം നമ്മുടെ കശേരുക്കളുണ്ട്, 33 കശേരുക്കളുണ്ട്. അതിൽ സെർവൈക്കൽ കഴുത്തിന്റെ ഭാഗത്തുള്ളതാണ് സെർവൈക്കൽ റീജൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന നാഡികൾ ആ ഒരു കശേരുക്കളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പോസ്ചർ മാറിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഈ കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന നാഡികൾക്ക് കംപ്രഷൻ വരുന്നു. കംപ്രഷൻ മീൻസ് ഒന്നിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകളിലോട്ട് വരുന്ന നാഡികളായിരിക്കാം. അപ്പോൾ നമുക്ക് കൈകളിലേക്ക് തരിപ്പ് വരുന്നു, എസ്പെഷ്യലി ഒരു വസ്തുക്കൾ പിടിക്കാൻ പറ്റുന്നില്ല, വേദന, അതേപോലെ തന്നെ തരിപ്പ്, മരവിപ്പ്, ഒരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നാഡികൾ
നാഡികൾ ക്ഷയിച്ചു പോയി, വീക്കായി എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ നട്ടലിനും ഇതേപോലെ ബാധിക്കാവുന്നതാണ്. ലംബർ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാവുന്ന കശേരുക്കൾക്ക് ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ അവിടെ പാസ് ചെയ്ത് പോകുന്ന നാഡികൾക്കും ഈ ഒരു കംപ്രഷൻ സംഭവിക്കാം. അതിനാണ് നമ്മൾ മെഡിക്കലി ഷിയാറ്റിക്ക എന്ന് പറയാറ്. ഷിയാറ്റിക്ക എന്ന് പറയുമ്പോൾ ഷിയാറ്റിക് നെർവ്സിൽ ഉണ്ടാവുന്ന കംപ്രഷനെയാണ് നമ്മൾ ഷിയാറ്റിക്ക എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി നമ്മളെ ബാക്ക് മസിൽസ്, ബാക്ക് റീജിയൻസിലുള്ള എല്ലുകൾക്കും പേശികൾക്കും ഉത്തേജനം കൊടുക്കുന്നതാണ്. ആ ഷിയാറ്റിക് നെർവ് കംപ്രഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ഉണ്ടാവും. നടുവേദന പുറം കാലുകളിലോട്ട് ഇറങ്ങി വരുന്നത് കാണാവുന്നതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇന്ന് യൂഷ്വലി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഡയബറ്റിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നാഡികൾക്ക് ഉണ്ടാവുന്ന വീക്ക്നെസ്, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് കാലിൻ്റെ അടിയിൽ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ പ്രശ്നങ്ങൾ, ഇതാണ് മെയിൻ ആയിട്ട് ഇന്ന് ഡയബറ്റിസ് രോഗികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷുഗർ കാരണം, ഷുഗർ നമ്മുടെ നാഡികളെ കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുകയും സർക്കുലേഷൻസ് സ്ലോ ആവുകയും ഓക്സിജൻ ലെവൽ കുറയുകയും എല്ലാം വീക്കാവുന്ന ഒരു ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. മെയിൻ ലക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ള തരിപ്പ്, മരവിപ്പ്, അതേപോലെ തന്നെ പുകച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നാഡികളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നെർവ്സിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് ഒരു 100 ആളുകൾക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബെൽസ് പാൽസി എന്ന കണ്ടീഷൻസ്. ബെൽസ് പാൽസി എന്ന് പറയുമ്പോൾ അവിടെയും നാഡികൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫേഷ്യൽ നെർവ്, 7th ക്രേനിയൽ നെർവ്സ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവ്സിന് കംപ്രഷൻ സംഭവിക്കുമ്പോൾ എസ്പെഷ്യലി ഫേസിലാണ് അതിൻ്റെ കൂടുതലായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഫേസ് ഒരു സൈഡിലേക്ക് കോടി പോകുന്നു, നമുക്ക് ഐസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാതെ ഫുൾ ടൈം ഓപ്പൺ ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഒരു സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഒരു റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്ന പേശികൾ വീക്കാവുന്നു, എപ്പോഴും സലൈവ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഉമിനീര് ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് മെയിനായിട്ടും ബെൽസ് പാൽസി എന്ന ആ നെർവ് കംപ്രഷൻസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഫങ്ഷൻ ചെയ്യുന്നത് നമ്മളെ നാഡികൾ തന്നെയാണ്. അപ്പം നാഡികൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണോ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊന്നാണ് ഭക്ഷണത്തിൽ തന്നെ നമുക്ക് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. വൈറ്റമിൻ B12 എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള പേശികൾക്കൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അത് 1-2 നേരം വെച്ചിട്ട് ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് യൂറിക് ആസിഡോ അല്ലെങ്കിൽ പ്രോട്ടീൻ വേരിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഏറ്റവും ഭക്ഷണമാണ് റെഡ് മീറ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ചുവന്ന മാംസങ്ങൾ, പോർക്ക്, ബീഫ്, മട്ടൺ, അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. യോഗട്ട്, എഗ്ഗ്, സീരിയൽസിലൊക്കെ കൂടുതലായിട്ടും വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കഴിച്ച് ശ്രമിക്കുക. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ നാഡികൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുകയും ഈ പ്രായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് കൈകളിൽ തരിപ്പ്, എസ്പെഷ്യലി ഈ 3 വിരകളിലൊക്കെ തരിപ്പ് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മീഡിയൻ നെർവ് കംപ്രഷൻ എന്നാണ്. മീഡിയൻ നെർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൽ നിന്നും ജോയിൻ ചെയ്തിട്ട് കൈകളിലേക്ക് എത്തുന്ന ഒരു നെർവാണ് മീഡിയൻ നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും, ഇപ്പോൾ റിസ്റ്റിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക, റിസ്റ്റിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒന്നാണ് ഫ്ലെക്സർ റെക്റ്റിനാക്കുലം, അതായത് ജസ്റ്റ് ഒരു ടണൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ കൈ കൂടുതലായിട്ടും യൂസ് ചെയ്യുക, റിസ്റ്റ് കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ മീഡിയൻ നെർവ്സിന് കംപ്രഷൻ വരും. കംപ്രഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈകളിലേക്ക് തരിപ്പും വസ്തുക്കൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം പെട്ടെന്ന് കയ്യിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ആ മീഡിയൻ നെർവ് കംപ്രഷൻ കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് CTS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആ നാഡികൾക്ക് ആക്ടിവേഷൻ കൊടുക്കുക, നാഡികളെ കുറച്ചുകൂടി എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ജസ്റ്റ് കയ്യിൽ എക്സസൈസ് ചെയ്യുക, കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബാക്ക്വേർഡ് പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു സ്മൈലി ബോൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ CTS കംപ്ലയിൻസും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ
നിങ്ങളെ പോസ്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഈ സർവൈക്കൽ കംപ്ലയിൻസും ലംബാർ കംപ്ലയിൻസും ഒക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ പോസ്ചർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇരുത്തം ശരിയാക്കാൻ ശ്രമിക്കുക. കുറേ നേരം നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡിക്ക് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാഡികളും പേശികളും ഒന്ന് ആക്റ്റീവ് ആവും. എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, എസ്പെഷ്യലി കൈകൾക്കും കാലുകൾക്കും ഒക്കെ തരിപ്പും മരവിപ്പും ഒക്കെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ തൈറോയിഡ് ഫങ്ഷൻസ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതൊക്കെ ഒന്ന് ബാലൻസ് ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. സപ്ലിമെൻറ്റ്സ് കഴിക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്